ഒരു നാടൻ സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതൊക്കെയാണ്: പടവലങ്ങ, മുരിങ്ങയ്ക്ക, ബീൻസ്, വെള്ളരിക്ക, ഉള്ളി, തക്കാളി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മത്തങ്ങ, പിന്നെ ഒരു കപ്പ് തുവരപ്പരിപ്പ്, ചെറിയൊരു കപ്പിന് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴുകി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ഇതെല്ലാം ഒന്നും വേണ്ട, അതെല്ലാം ആവശ്യമുള്ള കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം പടവലങ്ങ കുരുവെല്ലാം കളഞ്ഞരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീൻസ് കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ നാടൻ സാമ്പാറിൻ്റെ നല്ല രുചി കിട്ടും ഇതിന്. ചോറിനോ ഇഡ്ഡലിക്കോ ഒക്കെ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുരിങ്ങയ്ക്ക, ഒരു മുരിങ്ങയ്ക്കാണ് എടുത്തിരുന്നത്, അത് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർക്കാം. ക്യാരറ്റ്, ഒരു മുറി ക്യാരറ്റാണ് എടുത്തിരുന്നത്, അത് അരിഞ്ഞ് ചേർക്കാം. മത്തങ്ങ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കുക. തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല, മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളായതുകൊണ്ട്. വെള്ളരിക്ക, അത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പിന്നെ വഴുതനങ്ങ, കോവയ്ക്ക ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം. ചെറിയ സാമ്പാർ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 4-5 സാമ്പാർ ഇട്ടാൽ മതി. നമുക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പിന് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് വേവാൻ താമസമാകും, ശരിക്കും വെന്തും കിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഒരു ഉണക്കമുളക് കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അല്പം ചേർത്തു. കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തു. കട്ടിക്കായം ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൊടുക്കുന്നത്. അത് ചെറിയൊരു കഷ്ണം ചേർത്താൽ മതിയാവും. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിനെ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്ന വരേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് പരിപ്പ് വെന്ത് വരണം, അപ്പോഴേ നമ്മുടെ സാമ്പാറിന് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാകത്തുള്ളൂ. സാമ്പാറിലേക്ക് ചേർക്കാൻ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണമെല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് വെന്തോന്ന് നോക്കാം. 4 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ മാറിയെടുത്തതാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരുന്നത്, അത് അരിഞ്ഞ് ചേർത്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ കീറി ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ അത് വെള്ളം കഷ്ണം നകക്ക കിടക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രുചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ വന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നാൽ മതിയാവും, അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു വിസിലൊന്ന് പ്രഷറെല്ലാം പോയി
കഷ്ണമെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയാൽ നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർക്കാം. വെണ്ടയ്ക്ക തീരെ ചെറുതാക്കണ്ട, ഒരു വെണ്ടയ്ക്ക രണ്ടായിട്ട് മുറിച്ചാൽ മതിയാവും. ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയാൽ മതിയാവും. അത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൻ വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ട് നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് നമുക്ക് അത് കടുക് വറുക്കാനായിട്ട്. ഇപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അല്പം നമ്മൾ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കായും ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം പുളിയും പിഴിഞ്ഞൊഴിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് തിക്കായിരുന്നതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പുളിയെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണമല്ലോ. നമ്മുടെ പാനിൽ വെച്ചിരുന്ന എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിലേക്ക് ഒരു മുളക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, ഉള്ളി, ചെറിയൊരു കഷ്ണം ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉലുവായും കൂടെ ചേർത്ത് മൂത്ത് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. നമുക്ക് ഫൈനലായിട്ടൊന്നെല്ലാം ഒന്ന് നോക്കണം. ടേസ്റ്റ്, പുളി, ഉപ്പ്, എരിവൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കണം. നമ്മുടെ അടിപൊളി സാമ്പാർ ഇതുപോലെ തയ്യാറായിട്ടുണ്ട്. ഇഡ്ഡലിക്കോ ചോറിനോ ദോശയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല നാടൻ സാമ്പാറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റൊക്കെ ഒന്ന് പാസ്സാക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. അപ്പം ഞാൻ തയ്യാറാക്കിയ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.